المؤمنين رجال من قضى نحبه وينتظر وما بدلوا تبديلا صدق العلي العظيم. KK എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന കേളത്തുംകണ്ടി മുഹമ്മദ് എന്ന് പറയുന്ന വലിയ മനുഷ്യനെ ആദരിക്കുന്ന ഒരു മഹത്തായ ചടങ്ങിനാണ് പ്രിയപ്പെട്ട VM സുധീരൻ സാറടക്കം ഇവിടെ എത്തിച്ചേർന്നുള്ളത്. KKയെക്കുറിച്ച് വളരെ വിശദമായി നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ തലശ്ശേരി നിയോജകമണ്ഡലത്തിലെ പെരിങ്ങാടിയിൽ ജനിച്ച് അവിടെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി അതോടൊപ്പം തന്നെ അവിടെ ദർസിൽ വിദ്യാഭ്യാസം പൂർണ്ണമാക്കി അരനൂറ്റാണ്ട് മുമ്പ് മടപ്പള്ളി കോളേജിൽ ചെന്ന് BSc ബിരുദമെടുത്ത് പിന്നീട് തൻ്റെ ജോലി ആവശ്യാർത്ഥം പാലക്കാട്ടേക്ക് പോകുകയാണ് പ്രിയപ്പെട്ട KK മുഹമ്മദ് സാഹിബ്. അവിടെ വെച്ചാണ് KK മുഹമ്മദ് സാഹിബ് ചന്ദ്രിക പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായും. ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷമാണിത്. കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്താഗതികൾക്കൊക്കെ അതീതമായി മുഴുവനാളും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നിഷ്കളങ്കതയുടെ നിറകുടമായ അർപ്പണബോധത്തിൻ്റെ പര്യായമായ വൈവിധ്യമാർന്ന മേഖലകളിൽ തിളക്കമുള്ള വിജയം കൈവരിച്ച അധികാരത്തിൻ്റെ 4 അയലത്തേക്ക് പോലും ചവിട്ടാൻ തയ്യാറാകാത്ത എൻ്റെ നേതാവിന് നൽകുന്ന ഈ സ്വീകരണത്തിൽ സംബന്ധിക്കാൻ സാധിച്ചത് തീർച്ചയായും അനൽപമായ ചാരിതാർത്ഥ്യമാണുള്ളത്. ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷം. അധികാരത്തിൽ നിന്ന് ഏറെ രാഷ്ട്രീയ പ്രവർത്തനം സത്യസന്ധമായി അർപ്പണബോധത്തോടുകൂടി ത്യാഗപൂർണമായ പ്രവർത്തനം KK ആദരിക്കുന്നതിന് വേണ്ടി ഉദ്ഘാടനത്തിന് ഔചിത്യബോധത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ രാഷ്ട്രീയം പഠിച്ചത് വ്യക്തിയായിരുന്നു KK. ആ KK അദ്ദേഹത്തിൻ്റെ മനസ്സൊന്നും രക്ഷപ്പെടാത്ത കാലത്ത് കടന്നു ചെല്ലുകയും തനിപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിൻ്റെ അദ്ദേഹം മാറുകയായിരുന്നു. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുന്ന കാലത്ത് മുസ്ലിം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇവിടെ സൂചിപ്പിച്ച മഹാനായകൾക്കും ബാഫിത്തങ്ങൾ ഏറ്റവും ഏറെ ഇഷ്ടപ്പെട്ട ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുള്ള KK ആ ഒരു ത്യാഗപൂർണമായ ജീവിതത്തിലേക്ക് കടന്നു. നമുക്കൊക്കെ അറിയാത്ത കച്ചവടം ചെയ്യാൻ തങ്ങൾ അനുവദിച്ചില്ല. തൻ്റെ ദൗത്യം ഇതല്ല അങ്ങനെയാണ് ബാഫിത്തങ്ങളുടെ വലങ്കയ്യായ ബഹുമാനായ പാറക്കൽ അബ്ദുള്ള MLA, C മൊയിൻകുട്ടി XMLA, സത്യൻ മൊകേരി, മുൻ മന്ത്രി KP മോഹനൻ, ഒട്ടനവധി സൈനുദ്ദീൻ വക്കീൽ തുടങ്ങി ഒട്ടനവധി വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഉപഹാരം നൽകുന്നത്. പ്രൗഢമായ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഈ നാട് KKയെ ആദരിക്കുന്ന ഈ മഹനീയ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഇവിടെ സന്നിഹിതനാകാൻ സാധിച്ചത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി താമസിക്കുന്ന ആ വ്യക്തിയുടെ കർമ്മമണ്ഡലത്തിൽ ആ വ്യക്തിക്ക് സ്വന്തം നാട്ടിൽ നിന്നും ലഭിക്കുന്ന ആദരവാണ് ഏറ്റവും വലിയ ആദരവ്. മഹാന്മാർ സ്വന്തം നാട്ടിൽ പലപ്പോഴും ആദരിക്കപ്പെടാറില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ KKക്ക് ഇന്ന് ഇവിടെ നൽകുന്ന ആദരവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ, സ്വന്തം ജന്മമണ്ഡലത്തിൽ, സ്വന്തം നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, സഹപ്രവർത്തകർ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ അവരെല്ലാവരും ചേർന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നൽകുന്ന ആദരവാണ്.
എൻ്റെ ഈ അറ്റത്തിരിക്കുന്നത് സത്യൻ മൊകേരിയാണ്. സത്യൻ മൊകേരി മുതൽ KP മോഹനൻ മുതൽ പാറയ്ക്കലൊക്കെ നമ്മുടെ സ്വന്തമാണ്, ജനപ്രതിനിധിയാണ്, KKയുടെ പാർട്ടിയുടെ മുന്നണി പോരാളിയാണ്. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വലിയൊരു നിരയുടെ സാന്നിധ്യം. ഞങ്ങളുടെയൊക്കെ അയൽവാസി എന്ന് വിശേഷിപ്പിക്കാവുന്ന അഡ്വക്കേറ്റ് ഓണംപള്ളിയുടെ സാന്നിധ്യം തൃശ്ശൂരിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഈ ചടങ്ങിന്റെ മറ്റൊരു വിശിഷ്ടാതിഥി ബഹുമാന്യനായ സത്യൻ മൊകേരി മുൻ MLA അവറുകളാണ്. ആദരപൂർവ്വം ക്ഷണിക്കുക. സദസ്സുമായി സംവദിക്കുന്നു സത്യൻ മൊകേരി അവറുകൾ. ശ്രീ KK ആദരിക്കുന്നു എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. ആദരിക്കുന്ന ചടങ്ങിനെക്കുറിച്ച് സംസാരിക്കുകയും അതിൽ പങ്കെടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തത് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ ആബിദായി. KKയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകന്മാരെ അതൊരു ആദരവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കണമെന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനുവേണ്ടി മാത്രം ഇവിടെ എത്തണമെന്ന് ആലോചിച്ചത്. ശ്രീ KKയുടെ പേര് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കേൾക്കുന്നതാണ്. KKക്ക് ഉള്ള ചില പ്രത്യേകതകൾ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ളത് എന്നേക്കാൾ 20-22 വയസ്സ് കൂടുതലുണ്ട് KK. 82-83 വയസ്സാണ് KKക്കുള്ളത്. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ പ്രതീകമാണ് KK. അതാണ് എനിക്ക് KKയെ ഏറെ ഇഷ്ടപ്പെടാനുള്ള കാരണം. എന്താണ് എങ്ങനെയാണ് പൊതുപ്രവർത്തകനാകേണ്ടത്? തൻ്റെ താല്പര്യങ്ങളെല്ലാം തന്നെ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകാതെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ താല്പര്യത്തിന് വിധേയമായി അതിന് കീഴെയായി പ്രവർത്തിക്കാൻ കഴിയുന്നവർ മാത്രമാണ് യഥാർത്ഥ പൊതുപ്രവർത്തകൻ. സമൂഹത്തിൻ്റെ താല്പര്യത്തിൻ്റെ മുകളിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നവർ ഒരിക്കലും ഒരു നല്ല പൊതുപ്രവർത്തകനായിരിക്കില്ല. KK നല്ല പൊതുപ്രവർത്തകനായിരുന്നു. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു. അതുകൊണ്ട് തന്നെ KK സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വ്യക്തിപരമായ താല്പര്യങ്ങൾ സമൂഹത്തിൻ്റെ താല്പര്യത്തിന് വിധേയമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹത്തെ മനസ്സിലാക്കിയവർ ഒരുപാട് ആളുകളുണ്ട്. കാരണം സംശുദ്ധ രാഷ്ട്രീയത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പുതിയ തലമുറയിൽ ഒരുപാട് ആളുകൾ പഠനം നടത്തുന്നുണ്ട്. ആ പഠിക്കുന്നവരെല്ലാം തന്നെ ചെന്നെത്തുകയും ചെയ്യുന്ന ഒരു പേരാണ് KK എന്നുള്ളത്. KK അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. KK അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. അതാണ് KKയുടെ ഒരു പ്രത്യേകത. സമൂഹത്തിൻ്റെ ഉന്നതിക്കായി, രാജ്യത്തിൻ്റെ ഉന്നതിക്കായി KK തുടർന്നുള്ള കാലങ്ങളിലും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് KK ഈ നാട് നൽകിയിട്ടുള്ള അംഗീകാരത്തിന് അദ്ദേഹം നമ്മൾ അംഗീകാരം കൊടുത്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പ്രഭ ഒരു മംഗലവും ഉണ്ടാവില്ല. നമ്മൾ അംഗീകരിച്ചില്ല, നമുക്കായിരിക്കും ക്ഷീണം. ഈ നാട് മലയാളി സമൂഹം KK ആദരിക്കുന്നതിൽ
സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും എൻ്റെ പാർട്ടിയുടെ, ഞാൻ CPIയുടെ പേര് തന്നെ പറയുകയാണ്, CPIയുടെ എല്ലാവിധ ആശംസകളും KK പോലുള്ള ആളുകൾ സേവനങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി 100 ആയിരം ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. മാവേലിക്ക് പോകാൻ അനുവാദം തരണം എന്ന് തങ്ങളുടെ വജസ്സുകളും പാദമുദ്രകളും പിൻപറ്റി യൂത്ത് ലീഗിന്റെ പ്രഥമ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുക കൂടിയാണ് റസ്ലീഫ്. നിയോജക മണ്ഡലം വൈറ്റ് ഗാർഡ് ടീം ക്യാപ്റ്റനാണ്. സല്യൂട്ട് നൽകി KK ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട KKയും റസ്ലീഫിനെയും ഈ ചടങ്ങിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട KK മുഹമ്മദ്, അഡ്വക്കേറ്റ് സൈനുദ്ദീൻ, പുത്തൂർ മുസ്തഫ, PP സലാം, എന്നെ അബൂബക്കർ മാസ്റ്റർ, അബ്ദുൽ കരീം ചേലേരി തുടങ്ങി KP മോഹനൻ തുടങ്ങി ഒട്ടനവധി നേതാക്കളുടെ സാന്നിധ്യത്തിൽ KKയുടെ ഓർമ്മകൾ അക്ഷരക്കൂട്ടങ്ങളായി പുറത്തിറങ്ങുന്ന നന്മ പെയ്യുന്ന പൂമരം എന്ന കൃതിയുടെ ബ്രോഷർ പ്രകാശനമാണ് വേദിയിൽ നടക്കുന്നത്. MLA അവറുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സദസ്സുമായി സംവദിക്കുന്നു ബഹുമാന്യനായ പാറക്കൽ. സമൂഹത്തിനും പാർട്ടിക്കും സംഘടനക്കും നാടിനും വേണ്ടി സമർപ്പിച്ച ഒരു വലിയ വ്യക്തിത്വം. എൻ്റെ കുട്ടിക്കാലം ഏതാണ്ടൊരു 1974-75 കാലമായിരിക്കും, അല്ലെ 76-77 കാലമായിരിക്കും. KK PK പിലാക്കണ്ടി എന്ന് മുദ്രാവാക്യം വിളിച്ചൊരു കാലം. അന്ന് മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ആലോചനയ്ക്ക് വേണ്ടിയുള്ള അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൺവീനറായിരുന്നു KK. ആരാണ് അദ്ദേഹത്തെ നിയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ കേരളം എക്കാലത്തും ആദരിക്കുന്ന ഓർമ്മിക്കപ്പെടുന്ന ബാഫക്കി തങ്ങൾ തുടങ്ങിയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാർ. ആ ഒരു പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. സാധാരണ പൊതുപ്രവർത്തകരിൽ മാതൃകയുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ എല്ലാം ഉൾക്കൊള്ളണം എന്നില്ല. ഇന്ന് വിശേഷിച്ച് രാഷ്ട്രീയം നമുക്കൊക്കെ അറിയാവുന്നതാണ്, നന്മയും തിന്മയും ഒക്കെയുണ്ട്. പക്ഷെ KKയുടെ പൊതുപ്രവർത്തനം മാതൃകാപരമാണ് എന്ന് മാത്രമല്ല, തള്ളിക്കളയാൻ ഒന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. എല്ലാം ഉൾക്കൊള്ളേണ്ടതാണ്. എനിക്ക് KKയുമായി വളരെ അകലെ ഇരുന്നുള്ള ബന്ധമാണ് കുട്ടിക്കാലത്തുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ഒരു കുടുംബം പോലെ അടുത്ത ബന്ധമുണ്ടാകുന്നത് പ്രിയപ്പെട്ട ആബിദ് കയിലൂടെയാണ്. ആ ബന്ധം ഒരു 3 പതിറ്റാണ്ടിന് മേലെ KKയെ ഏറെ അറിയാനും അടുത്തറിയാനും KKയുടെ സ്നേഹവായ്പകൾ അനുഭവിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ KK വന്നാൽ ഒരു പ്രസംഗമുണ്ട്. മീറ്റിംഗ് തുടങ്ങിയാൽ KK ആദ്യം തന്നെ പ്രസംഗിക്കും. അത് വിദ്യാഭ്യാസത്തെക്കുറിച്ചായിരിക്കും. അദ്ദേഹത്തിന് വിദ്യാഭ്യാസ രംഗത്തുള്ള കാഴ്ചപ്പാടുകളും ഒപ്പം അന്ന് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർക്ക് വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ വരച്ച് കാണിക്കുക, അതിൻ്റെ പ്രതിസന്ധി, പ്രയാസം, അത് വളരെ കൃത്യമായി മുഖം നോക്കാതെ അതിശക്തമായി ഏത് മീറ്റിംഗിലും ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വിശേഷിച്ച് നമ്മൾ ഇങ്ങോട്ട് മലബാറിലെ വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ KPയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒട്ടേറെ നാം ഇന്നിവിടെ ആദരിക്കുന്ന അനുമോദിക്കുന്ന സ്നേഹനിധിയായ KK മുഹമ്മദ് സാഹിബ് സുഹൃത്തുക്കൾ. KK മുഹമ്മദ് സാഹിബിനെ കുറിച്ച് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പെരുമ എത്രമാത്രം പറഞ്ഞാലും അതിനൊരു ഇൻഫിനിറ്റി ഇല്ല, അവസാനമില്ല. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. സ്നേഹം, ലാളിത്യം,
മറ്റെല്ലാറ്റിനുമുപരി ഒരു കാര്യം പറഞ്ഞാൽ അത് ഏത് അറ്റം വരെ പോയിട്ടും ആ കാര്യങ്ങൾ ശരിയാക്കി തരും എന്ന് പറഞ്ഞാൽ ശരിയാക്കി തരും തന്നെ ചെയ്യും. അതോടൊപ്പം ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു കെ. ഞങ്ങൾ പലയിടത്തും വെച്ച് കാണാറുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം പെരിങ്ങാടിയിലെ ഒരു വീട്ടിൽ പോയി, പഴയ വലിയൊരു തറവാട് വീട്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ കെ അവിടെ കാണും. ഞാൻ ചോദിച്ചത് എന്താ നിങ്ങൾ വിടാന്ന്. അപ്പോൾ കെ എന്നോട് ചോദിക്കാതെ എന്താ ഇനി വിടാം. അപ്പോൾ കേളത്ത് കണ്ടിയിലാണ് ഞാൻ എത്തിയത് എന്ന് കെ പറഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലായത്. കെയുടെ വീട്ടിൽ ചെന്ന് വോട്ട് പിടിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആലിംഗനം എന്നെ സംബന്ധിച്ചൊരു വലിയൊരു അനുഭവമാണ്. ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. കെയും പറഞ്ഞിട്ട് പലപ്പോഴായിട്ട് ഞങ്ങൾ ചിരിക്കാറുമുണ്ട്. അതിലൊക്കെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാറുമുണ്ട്. കെ നടത്തി വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു കാലത്തും അത് പിന്നോട്ട് പോയിട്ടില്ല, എക്കാലത്തും അത് മുന്നോട്ടേ പോയിട്ടുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഗുണമാണ്. അത് അതുപോലെ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കണം. അതോടൊപ്പം എനിക്കിവിടെ എളിമയോടുകൂടി സ്നേഹത്തോടുകൂടി ഒന്ന് അഭ്യർത്ഥിക്കാനുള്ളൂ. എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചു, ഇപ്പോൾ പാറക്കലും ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ആ മനസ്സും അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഒക്കെ തന്നെ അത് പിന്തുടരാനും അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും കഴിയുന്ന യുവതലമുറയായിട്ട് വളരാൻ ഇന്നത്തെ യുവതലമുറക്ക് സാധിക്കും. ഒരു ചോദ്യമാണത്. കാരണം ആ ചോദ്യത്തിന് ഉത്തരം എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു സഹോദരന്മാർ നൽകണം, ഇന്നല്ലെങ്കിൽ നാളെ എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകയാക്കണം. ഇവിടെ എല്ലാവരും ചോദിച്ചു. ഏകദേശമുള്ള സത്യൻ മൊകേരിയും അതുപോലെ തന്നെ പാറക്കലും അതുപോലെ തന്നെ അതിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായ VM സുധീരൻ അടക്കം സൂചിപ്പിച്ചു. അത് മാതൃകയാക്കാൻ സാധിക്കണം. അത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നില്ല കഴിയുമെന്ന്. അതൊരു വെല്ലുവിളിയായി എടുത്തുകൊണ്ടെങ്കിലും മാതൃകയാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു സഹോദരങ്ങൾ മുന്നോട്ട് വരണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. KMCC ബഹ്റൈൻ കൂത്തുപറമ്പ് മണ്ഡല കമ്മിറ്റിയാണ് ഈ ഉപഹാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പോലെയുള്ളവർ ഉണ്ടാക്കിയെടുത്ത ഒരു ഹരിതാഭമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ അഭിനന്ദനായ CHൻ്റെയും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ നന്മകളെ ഹൃദയത്തിലേറ്റിയ ഒരു വിനീതനായ പ്രവർത്തകൻ എന്ന നിലക്ക് ബഹുമാന്യനായ ആബിദ് സാഹിബ് നിർബന്ധപൂർവം വിളിച്ചപ്പോൾ കെ ആദരിക്കുന്ന ചടങ്ങിലെത്തണം എന്ന നിർബന്ധത്തോടു കൂടെയാണ് ഞാനും എത്തിയത്. കെ എന്ന ഈ ജീവിതം, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമെല്ലാം ഇവിടെ സൂചിതമായതുപോലെ മാതൃകാസമ്പന്നമായ ഒരു മനുഷ്യസ്നേഹിയുടെ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പ്രവർത്തനം എന്ന നിലക്ക് നാം ഇന്ന് പഠിക്കേണ്ടതും നാം ഇന്ന് അനുവർത്തിക്കേണ്ടതുമായ ഒന്നായി മാറുകയാണ്. കെയുടെ സന്തത സഹചാരിയായി അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിരുന്ന PK മാനു സാഹിബും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉളവാക്കിയിട്ടുള്ള മാതൃകാസമ്പന്നമായ പ്രവർത്തനത്തിൻ്റെ ഉടമയാണ്. PK എന്ന മുദ്രാവാക്യത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ളത് ആദർശബോധത്തിൻ്റെയും സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായി നിൽക്കുന്ന ഈ രണ്ട് മഹാവ്യക്തിത്വങ്ങളെ ആകുമ്പോൾ അവരുണ്ടാക്കിയെടുത്ത ഒരു വലിയൊരു പ്ലാറ്റ്ഫോം, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെയും ധാർമ്മിക മൂല്യങ്ങളുടേതുമാണ് എന്ന് നാം ഈ മഹാസദസ്സിൽ വിളിച്ചു പറയേണ്ടി വരുന്ന ഒരു സത്യമായി മാറുകയാണ്. ഒരു നിലാമഴ പോലെ അഭിനന്ദനായ കെ എന്ന സ്നേഹ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ രാഷ്ട്രീയം ഇങ്ങനെ സൗമ്യദീപ്തമാകണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. സത്യത്തിൽ മനുഷ്യനോട് കാരുണ്യം പ്രവർത്തിക്കാൻ സാധ്യമാകുന്നിടത്താണ് രാഷ്ട്രീയം എന്ന് നാം നമ്മുടെ ജീവിതത്തിലെ ഈ മഹാരഥന്മാരായ മുൻഗാമികളായ നേതാക്കളിൽ നിന്ന് പഠിക്കുകയാണ്. അഭിനന്ദനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എന്ന നാമധേയം പോലും കേരള മുസ്ലിം സമൂഹത്തിൻ്റെ നവജാഗരണ പ്രവർത്തനങ്ങളുടെ ഒരു കാലത്തിൻ്റെ ഏറ്റവും മനോഹരമായ പേരാണ്. ആ വലിയ മനുഷ്യൻ്റെ ഓരം ചാർന്ന് നിൽക്കാനും ആ വലിയ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാനും സാധിച്ചു എന്നത് പോലും വലിയ സുഹൃതമാണ്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെയുള്ള നമ്മുടെ സമീപകാല ജീവിതത്തിൻ്റെ രാഷ്ട്രീയ ഇതിഹാസം എന്ന് വിളിക്കാവുന്ന മഹാനായ CHൻ്റെ സന്തത സഹചാരിയായി മാറാൻ കഴിയുന്നു എന്നത് ഈ കൂട്ടാളിത്തത്തിൻ്റെയും ഈ വലിപ്പത്തിൻ്റെയും
ആ അർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ജാഗരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നിഷ്കപടമായ ആത്മാർത്ഥതയുടെയും ഒക്കെ വലിപ്പം അഭിയന്തനായ കെയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് പോലും ചെറിയൊരു വാക്കല്ല. ഞാൻ അഭിയന്തനായ CHനെ ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ ദേശത്തേക്കൊന്ന് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു ഉപഹാരം കൂടെ വേദിയിൽ വെച്ച് നൽകുകയാണ്. മുസ്ലിം എഡ്യൂക്കേഷൻ ഫറൂഖിനെയും KK മുഹമ്മദ് സാഹിബിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ മത്തിപ്പറമ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപഹാരമാണ് ബഹുമാന്യനായ TT ഫാറൂഖ്, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് TT ഫാറൂഖ് നൽകുന്നത്. നമ്മുടെ ഇതിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്വന്തം ജനിച്ച് വളർന്ന നാട് ഒരു പൊതുപ്രവർത്തകന് ഇത്ര പ്രൗഢമായ ഒരു സ്വീകരണം നൽകുക എന്നത് അത്യപൂർവമായ ഒരു അനുഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുപ്രവർത്തകന്മാർക്ക് സാധാരണ സ്വന്തം നാട്ടിൽ എതിരാളികളാണ് ഏറെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. കാരണം ആ മാതിരിയാണ് ഈ കാലത്തെ പൊതുപ്രവർത്തകന്മാർ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജീവിതം തന്നെ ഒരു പാഠപുസ്തകമാക്കി മാറ്റാൻ കഴിഞ്ഞ മാതൃകായോഗ്യനും സത്യസന്ധനും ആദർശധീരനും നിഷ്കളങ്കനുമായ പ്രിയപ്പെട്ട KK മുഹമ്മദ് സാഹിബിനെയാണ് നമ്മളെല്ലാവരും അഭിമാനത്തോടെ ഇന്ന് ആദരിക്കുന്നത്. പ്രിയപ്പെട്ട KK ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു ശിഷ്യനാണ്. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചാണ് പാലക്കാട്ടുള്ള ബിസിനസ്സൊക്കെ ഒഴിവാക്കി പ്രിയപ്പെട്ട KK തൻ്റെ ആസ്ഥാനം കോഴിക്കോടാക്കി മാറ്റിയത്. ബാഫക്കി തങ്ങൾ അന്നത്തെ ചെറുപ്പക്കാരനായ KKയിലൂടെ ഈ സമൂഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് KKയെ തങ്ങളുടെ പ്രവർത്തന കേന്ദ്രമായ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ട KK മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കാനുള്ള അഡ്ഹോക്ക് കമ്മിറ്റിയുടെ കൺവീനറായി നിശ്ചയിച്ച് മഹാനായ നമ്മുടെ നായകൻ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ മഹാനവറുകൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വലില്ലാഹിൽ ഹംദ്. നമ്മുടെ ഇന്നത്തെ വേദിയുടെ മുഖ്യ അതിഥി ബഹുമാന്യതമ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ക്യാമ്പയിന് നേതൃത്വം വഹിച്ചത് പ്രിയപ്പെട്ട KK ആണ്. PK തുടങ്ങിയ അന്നത്തെ യൂത്ത് ലീഗിന്റെ ഭരണഘടനയിൽ വയസ്സിന്റെ 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രിയപ്പെട്ട KK ഡോക്ടർ മുത്തൂർ മുസ്തഫ അവർ KK മുഹമ്മദ് സാഹിബിന് നൽകുന്നത്. KK മുഹമ്മദ് സാഹിബിന് നൽകുന്നത്. ബഹുമാന്യരെ, പൊതുജീവിതത്തിന്റെ തങ്ങൾ അവറുകളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി KK മുഹമ്മദ് സാഹിബിനെയും ഏറെ ബഹുമാന ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സദസ്സ് എഴുന്നേറ്റ് നിന്ന് ആ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മലയാളക്കരയിലെ മുസ്ലിം കൈരളിയുടെ ആധികാരിക പരമോന്നത പരമാധികാര പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകളാണ് ഈ വലിയ ആദരവ് KKക്ക് നൽകുന്നത്.
സദസ്സിനെ ഇവിടെ നമുക്കൊക്കെ സുപരിചിതനായ, ഞാൻ തമാശയായി കേക്കയോട് എപ്പോഴും പറയാറുണ്ട്, പഴയ കാലത്ത് ഇപ്പം ഞാനും കേക്കയുടെ കണ്ടാൽ കേക്ക് എന്നേക്കാൾ ചെറുപ്പമുള്ള എൻ്റെ മകനാണെന്നൊക്കെ തോന്നും. ഇന്നെ കണ്ടാൽ ഞാൻ കേക്കൻ്റെ വാപ്പയാണെന്ന് തോന്നും. പക്ഷേ കേക്ക് ഇവിടെ പിന്നെ കലായി പറഞ്ഞതുപോലെ ലീഗ് ഇവിടെ പിളർന്നപ്പോൾ അന്ന് മറുവശത്തുള്ള യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായി കെയും പിയും ഒക്കെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഒരു 20 വയസ്സിൻ്റെ താഴെയുള്ള ചെറുപ്പക്കാരാണ്. അന്ന് ഈ കേക്കിനോട് ഞാൻ പറയലുണ്ട്, നിങ്ങൾക്ക് എതിരിലൊക്കെ നമ്മൾ മുദ്രാവാക്യം വിളിച്ചിരുന്നു. എല്ലാവർക്കും അറിയാം KK PK മുഹമ്മദ് മാനെ എന്ന് പറഞ്ഞിട്ട് അന്നൊരു മുദ്രാവാക്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ വിളിച്ചത് നിങ്ങൾ പൊരുത്തപ്പെടണമെന്ന് തമാശയായിട്ട് കാണുമ്പോഴൊക്കെ പറയലുണ്ട്. ഏതായാലും അങ്ങനെ ബന്ധമുള്ള ഈ കേക്ക് ഇവിടെ നിങ്ങൾ നൽകപ്പെടുന്നതായ ഈ ഉപഹാരം, അത് ഇവിടെ ആദരവ്, അത് സമർപ്പിക്കാനുള്ളതായ ഒരവസരം നൽകപ്പെട്ടു എന്നതിൽ ഇതിൻ്റെ സംഘാടകരോടൊക്കെ ഏറ്റവും അധികം കൃതജ്ഞയുള്ളവനാണ്. ഒരു വ്യക്തിയെ ആദരിക്കപ്പെടുക, ആദരിക്കപ്പെടുമ്പോൾ തന്നെ ആ ചടങ്ങിന് സാക്ഷിയാവാൻ വേണ്ടി മത, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും മറ്റ് അനുയായികളൊക്കെ ഇന്നൽക്ക് ഒരുമിച്ച് കൂടുക എന്നൊക്കെ പറഞ്ഞത് മാത്രം മതി ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാൻ. കേക്കനെ സംബന്ധിച്ച് കുറേ ഇവിടെ പുകഴ്ത്തി പറയേണ്ട ഒരാവശ്യമില്ല. ഞാനതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. അവരെ രാഷ്ട്രീയ ജീവിതം, അവരെ മതപരമായി അവർ പ്രവർത്തിച്ചിരുന്ന ആ ജീവിതം എപ്പോഴും നമുക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റണ നിലക്ക് കറകളഞ്ഞ ഒരു സുന്നി എന്നുള്ളത് എപ്പോഴും കേക്കനെ പറ്റി പറയും. സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ വിശ്വാസങ്ങളും അത് പൂർണ്ണമായി അംഗീകരിച്ചു കൊണ്ടിട്ട് ഒരു കറകളഞ്ഞ സുന്നിയായി കൊണ്ട് ജീവിച്ച ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കേക്ക്. അതോടൊപ്പം കേക്ക് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അഥവാ മുസ്ലിം ലീഗ്, ആ പ്രസ്ഥാനത്തിനോട് പൂർണ്ണമായും കൂറ് പുലർത്തിക്കൊണ്ടിട്ട് അവരുടെ ആ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മതപരമായ ഈ മേഖലയിലൊക്കെ പ്രവർത്തിച്ചപ്പോൾ ഏതെങ്കിലും നിലക്കുള്ള എന്തെങ്കിലും കളങ്കം ആർക്കും കേക്കിനെ പറ്റി പറയാൻ ഇടയില്ലാത്ത നിലക്ക് വളരെ വിശുദ്ധമായ ഒരു ജീവിതം കേക്ക് നയിച്ചു. അതിനൊക്കെയുള്ളതായ ഒരു അംഗീകാരമാണ് ഈ കൂടിയതായ ജനങ്ങൾ. ഇത്രമാത്രം ജനങ്ങൾ വളരെയധികം സന്തോഷത്തോടെ കേക്ക് ഇവിടെ ഒരു മന്ത്രിയായി കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു MLA ആയി കൊണ്ടിട്ടൊന്നും പ്രവർത്തിച്ച ആളല്ല. കേക്ക് മത്സരിച്ചിട്ടുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ കേക്ക് പരാജയപ്പെട്ടു. പക്ഷേ മന്ത്രിയായി പ്രവർത്തിച്ചു എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഒരു MLA ആയി പ്രവർത്തിച്ചു എന്നുള്ള നിലക്കോ എന്നല്ല കേക്കിനെ ജനങ്ങൾ അംഗീകരിക്കണത്. ഒരു മന്ത്രിയായി പ്രവർത്തിച്ച ആളാവുമ്പോൾ ചിലപ്പോൾ അവനിൽ നിന്ന് പല നേട്ടങ്ങളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. MLA ആയി പ്രവർത്തിക്കുമ്പോൾ അതുണ്ടാവും. ഇത് ഒരു രാഷ്ട്രീയ നേതാവായി കൊണ്ടിട്ട് ഇന്നൽക്കുള്ള മറ്റുള്ള സ്ഥാനങ്ങളൊന്നും ഇല്ലാതെ ജനങ്ങൾക്കുള്ളതായ ഈ ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ കേക്കക്ക് പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് വിശ്വസിക്കുന്നതായ ഒരു വിശുദ്ധമാവുന്നതായ ഒരു ആദർശമുണ്ട്, അഥവാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശം. ആ ആദർശത്തിൽ വിശ്വസിക്കുന്നതായ ഒരുത്തനിക്ക് അവൻ്റെ ജീവിതത്തിലുള്ള പ്രവർത്തന മേഖലകളിലും മണ്ഡലങ്ങളിലൊക്കെ അവൻ വിശുദ്ധതയും അതുപോലെ തന്നെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും നല്ല നെയ്യത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിൽ വിശ്വസിക്കുന്ന ഏതൊരുത്തരും ചെയ്യേണ്ടത് അങ്ങനെയാണ്. അവൻ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ പ്രവർത്തിക്കുന്ന മേഖലയിൽ അവൻ എന്താവണം? പൂർണ്ണമായിട്ടും വിശുദ്ധവാനായിരിക്കണം.
ഒരു നിലക്കും അവൻ്റെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും നിലക്ക് ജനങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതായ ഒരവസ്ഥ അവരിൽ നിന്നുണ്ടാകാൻ പാടില്ല. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫിരിക്കുന്ന സമയത്ത് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ സഫിയ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ റസൂലുള്ളാഹിയുമായി സംസാരിച്ചു. റസൂലുള്ളാഹി സഫിയ റളിയല്ലാഹു തആല അൻഹയെ ആ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി നടന്നു പോവുകയാണ്. പോകുന്ന സമയത്ത് രണ്ട് സ്വഹാബത്തിൽ നിന്നുള്ളതായ രണ്ടാളുകൾ ആ ഭാഗത്തിൽ കൂടി നടന്നു പോകുന്നു. റസൂലുള്ളാഹി ആ രണ്ടാളുകളെ വിളിച്ചു പറഞ്ഞു, അലാ രിസ്ലിക്കുമാ, എടോ നിങ്ങൾ ഇവിടെ നിൽക്കുമെന്ന്. എന്നിട്ട് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ആദിഹി സഫിയ്യത്തു ബിൻതു ഹുബൈൻ, ഇത് എൻ്റെ ഭാര്യയാവുന്ന സഫിയാണത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഈ സഹാബത്ത് നെട്ടിപ്പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും തെറ്റിദ്ധരിച്ചോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പോലും ഞങ്ങളെപ്പറ്റി ഉണ്ടാവാൻ പാടില്ലല്ലോ. നബിയുടെ ഹൃദയത്തിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വേണ്ടാത്ത വല്ലതും മനസ്സിൽ വിചാരിച്ചോ എന്നുള്ള ഒരു ധാരണ നബിക്ക് വന്നുപോയോ എന്ന് അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നബിയെ ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഞങ്ങളെ മനസ്സിലുണ്ടാവാൻ പാടില്ല. തെറ്റിദ്ധാരണ ഉണ്ടായാൽ അവൻ ഈ മതത്തിന്റെ ഈ വൃത്തത്തിൽ നിന്ന് അവൻ പുറത്തു പോകും. സുമേല നിലയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഉദയനൻ പൂഴിക്കടകൻ പ്രയോഗം നടത്തുന്നത്. സ്നേഹാഭിവാദനം. കേരളത്തിന്റെ സമാരാധനായ മുഖ്യമന്ത്രി അതിന് പ്രാമാണികതയില്ല എന്നാണ് ചട്ടമ്പി പറഞ്ഞു. യമനിൽ നിന്നുള്ള വാഹിൽ ഇബ്നു ഹുജർ ഇസ്ലാം മതം വിശ്വസിക്കാൻ വരുന്നുണ്ട്. ത്തിന്റെ ഉടമയാണ് ഈ വാഹിൽ ഇബ്നു ഹുജർ. അയാളെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളി. പലവങ്ങൾ എന്താക്കിയും ബഹുമാനിച്ചു കൊണ്ടിട്ട് ആ സ്ഥലത്ത് വളരെയധികം ആദരിച്ചുകൊണ്ട് അയാൾക്ക് ഇരിക്കാനുള്ള ജലാലി ആർമി കോളേജ്. അങ്ങനെ ഞാൻ പോകുന്ന കോളേജുകളിൽ പെട്ട ഒരു കോളേജാണത്. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ സന്നദ്ധാന സമ്മേളനമാണ് വരുന്ന 3-ാം തീയതി നടക്കുന്നത്. ഇന്ന് അതിൻ്റെ തുടക്കമായിരുന്നു. ഞാനത് പതാക ഉയർത്തി സമയം കുറേ വഴുകി. എന്നിട്ട് പ്രാവശ്യം എന്നെ വിളിച്ചപ്പോൾ ഞാൻ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്, ഞാൻ വരും എന്ന് പറഞ്ഞു. കാരണം കേക്കനോടുള്ളതായ ആ സ്നേഹം, കേക്കനോടുള്ളതായ ആ കേക്കൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഉള്ളതായ ആ മതിപ്പ്, ആ നിലക്ക് വലിയൊരു അംഗീകാരമാണ് കേക്കക്ക് നിങ്ങളെല്ലാവരും നൽകിയിട്ടുള്ളത്. അത് നൽകപ്പെടാൻ കേക്ക് അർഹനാണ്, യാതൊരു സംശയമില്ല. നിങ്ങളൊക്കെ കേക്കൊക്കെ നൽകിയതായ ഈ അംഗീകാരം ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഈ സമുദായത്തിനിക്ക്, ഈ രാജ്യത്തിനൊക്കെ വേണ്ടി ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു കേക്ക് നൽകട്ടെ. കേക്കൊക്കെ അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ചടങ്ങിന്റെ സംഘാടക സമിതിയാണ് ഈ ചടങ്ങ് ഒരുക്കിയിട്ടുള്ളത്. ക്ഷണിക്കുകയാണ്. ഖത്തർ KMCC കമ്മിറ്റി ഒരുക്കിയിട്ടുള്ള പ്രത്യേക ഉപഹാരം ഏർപ്പെടുത്തിയിട്ടുള്ള ഉപഹാരം ബഹുമാനനായ അബ്ദുൽ കരീം ചേലേരി KK മുഹമ്മദ് സാഹിബിന് നൽകുന്നു. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ 1976-77 കാലഘട്ടത്തിൽ PK പിലാക്കണ്ടി ധീരതയോടെ നയിച്ചോളൂ എന്ന മുദ്രാവാക്യം കേട്ട് ആവേശം കൊണ്ട് പൊതുപ്രവർത്തന രംഗത്തിറങ്ങിയ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. അന്നു മുതൽ ഇന്നോളം ഒരു വിസ്മയം പോലെ KKയുടെ
പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചതിലുള്ള അനൽപമായ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ വേദിയിൽ പലവരും പലകുറി ആവർത്തിച്ചു പരാമർശിച്ച ഒരു നാമധേയമുണ്ട്. കേരള നാടിനെ തൻ്റെ കർമ്മം കൊണ്ടും പ്രതിഭ കൊണ്ടും സമ്പന്നമാക്കിയ ഒരു മഹാപുരുഷനായിരുന്ന മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്. ഒരു താരതമ്യം ഉചിതമാണോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അത് ഒരു തെറ്റുമാകാം. എങ്കിൽ പോലും കേരളത്തിലെ പ്രതിപാദനനായ ഒരു വലിയ മനുഷ്യനോടൊപ്പം ചേർത്ത് വെക്കാവുന്ന ഒരു നാമമാണ് അഭിവന്ദനായ KKയുടേത് എന്നെനിക്ക് തോന്നിപ്പോകുന്നു. രണ്ട് കാരണങ്ങളാണ് അങ്ങനെ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒന്ന്, കേരള രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിലും CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല. ഒരു ഭരണാധികാരി, ഒരു പത്രപ്രവർത്തകൻ, ഒരു എഴുത്തുകാരൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മേഖലകളിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ഒരു നാടിനെ CH സമ്പന്നമാക്കിയത്. നമ്മളിവിടെ ആദരിക്കുന്ന KK ഏറെക്കുറെ പാർലമെന്ററി രംഗത്ത് തൻ്റെ നിർഭാഗ്യം കൊണ്ട് തനിക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും മറ്റ് മേഖലകളിലൊക്കെ തൻ്റെ കഴിവുകൾ തെളിയിച്ച പ്രതിപാദനനായ ഒരു വലിയ വ്യക്തിത്വമാണ്. KK ഒരു പ്രാസംഗികനായിരുന്നു. KK ഒരു പത്രാധിപരായിരുന്നു. KK ഒരു എഴുത്തുകാരനായിരുന്നു. KK ഒരു നല്ല സംഘാടകനായിരുന്നു. KK ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു. ഈ പെരിങ്ങളത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയൊക്കെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒട്ടേറെ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് നാട്ടുകാരായിട്ടുള്ള നിങ്ങൾ KK കൊണ്ട് പിടിച്ചിരുത്തി നിങ്ങൾക്ക് നായകത്വം നൽകാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ആ വലിയ പ്രതിഭയുടെ മഹത്വം കണ്ടറിഞ്ഞുകൊണ്ടായിരുന്നു. സാഹിബിനെയും സൈനുദ്ദീൻ വക്കീലിനെയും ചടങ്ങിന് വേണ്ടി ക്ഷണിക്കാം. പ്രസംഗം നന്മകളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. പത്രത്തിൽ നിന്നും പോലീസിൽ നിന്നും പിരിഞ്ഞിട്ട് നാട്ടിൽ ഇത്ര വലിയ സ്വീകരണം കിട്ടുക എന്നുള്ളത് ഒരു അപൂർവ സംഭവമാണ്. ആ തൊഴിലിൽ ഏർപ്പെടുന്ന കാലത്തും അനന്തരവും ആളുകൾക്ക് വേണ്ടി വല്ലതും ചെയ്തു കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ സ്വീകരണം ലഭിക്കുക. KKയെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു. KKയുടെ ജീവിതം ജനങ്ങൾക്കും നാടിനും വേണ്ടി സമർപ്പിച്ച ഒന്നാണ്. അതിനൊപ്പം KKയുടെ ഒരു സംഘടനാ ജീവിതമുണ്ട്. സാധാരണ ഞാൻ പറയാറുള്ള കാര്യമാണ്, എന്നാലും പറയാം. മുമ്പൊക്കെ ഈ പത്രത്തിൽ വാർത്ത കൊടുക്കുമ്പോഴും നോട്ടീസിൽ ഒക്കെ കൊടുക്കുമ്പോഴും ഈ പ്രസംഗിക്കുന്നവരുടെ കൂട്ടത്തിൽ കുറേ ആളുകളുടെ പേരെഴുതിയിട്ട് മുതലായവർ പ്രസംഗിക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ എന്നിവർ തുടങ്ങിയവർ പ്രസംഗിക്കുന്നുണ്ടാവും. വാർത്തയായി വരുമ്പോൾ മുതലായവർ പ്രസംഗിച്ചു, തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്ന് മുതലായവർ പ്രസംഗിച്ചത്, എന്തുകൊണ്ട് മുതലായവർ? ഇത് സംഘടനാ പ്രവർത്തനം കൊണ്ടൊക്കെ മുതലായ ആളുകൾ പ്രസംഗിച്ചു എന്നാണ്. മറ്റേത് ഇത് തുടങ്ങിയവരാണ്. ഇത് തുടങ്ങി വെച്ചത്
മുതലായവർ പ്രസംഗിച്ചവരുടെ കൂട്ടത്തിലല്ല, ഇത് തുടങ്ങിയവർ പ്രസംഗിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിലാണ് KK മുഹമ്മദ് സാഹിബിൻ്റെ സ്ഥാനം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം അദ്ദേഹം ഇതിനാളും അർത്ഥവും ഒക്കെ കുറഞ്ഞ കാലത്ത് ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. KKയുടെ ജീവിതകാലം, KKയുടെ യൗവനകാലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു 50 വയസ്സ് 60 വയസ്സിന് ശേഷമുള്ളൊരു കാലഘട്ടത്തെയല്ല എന്ന് പറയുന്നത്. KKയുടെ ഒരു നിറയൗവന കാലം എന്ന് പറയുന്നത് ചരിത്രത്തിലെ മഹാപുരുഷന്മാർ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നതിന് നടുവിലൂടെ ഓടിക്കളിക്കുന്ന ഒരു കാലമാണ്. എക്കാലത്തും കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ പർവ്വതപ്രൗഢമായ വ്യക്തിത്വമായി നിറഞ്ഞു നിൽക്കുന്ന, ആകാശത്തോളം അമ്പരചുംബിയായി നിൽക്കുന്ന ഒരു ഗോപുരമായിരുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ബാഫഖി തങ്ങൾ ഹജ്ജിന് പോയിട്ട് വിടവാങ്ങി. ആരായിരുന്നു അവസാനത്തെ നിമിഷം? ഈ മലയാള മണ്ണിൽ നിന്ന് ബാഫഖി തങ്ങൾ ഹജ്ജിന് പുറപ്പെടുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ നിമിഷം ബാഫഖി തങ്ങൾക്ക് പറയാനുള്ളത് എഴുതിയെടുക്കുകയും അത് എഴുതി എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ആളുടെ പേരെന്താണ്? അതാണ് KK മുഹമ്മദ് എന്ന KK മുഹമ്മദ് സാഹിബ്. ബാഫഖി തങ്ങളുടെ അവസാനത്തെ വാക്കുകൾ പോലും ഈ മലയാള മണ്ണിൽ നിന്നുള്ളത് എഴുതിയെടുത്തതും എത്തിച്ചു കൊടുത്തും അദ്ദേഹം. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോന് ഗവൺമെന്റിനെ കുറിച്ചുള്ള പാർട്ടിയുടെയും തൻ്റെയും നിലപാടുകളും ചില മാർഗനിർദ്ദേശങ്ങളും അറിയിച്ചു കൊടുക്കാൻ, അതോടൊപ്പം താൻ ഹജ്ജിന് പോവുകയാണ്, കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല എന്ന് കേരള മുഖ്യമന്ത്രി അറിയിക്കാൻ, അതിനുള്ള ലെറ്റർ തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തുന്നത് KKയാണ്. സദാ KK കൂടെ ഉണ്ടാവണമെന്ന് ബാഫഖി തങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും പറഞ്ഞു കാണും, എനിക്ക് KKയുടെ ജീവിതം അത്ര അടുത്തൊന്നും അറിയില്ല, പക്ഷേ ഞാനാകെ KKയുമായുള്ള പരിചയം എന്ന് പറയുന്നത് 85 മുതലാണ്. 85 മുതൽ ഞങ്ങൾ ചന്ദ്രഗിരിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തൊട്ടാണ് KKയുമായുള്ള സൗഹൃദം എന്ന് പറയുന്നത്. KK അപ്പോഴൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പാലക്കാട്ടേക്ക് കച്ചവടത്തിന് പോയി, കച്ചവടത്തിൽ നിന്ന് പത്രപ്രവർത്തനത്തിന് പോയി, പത്രപ്രവർത്തനത്തിൽ നിന്ന് പാർട്ടി സെക്രട്ടറിയായി, പാലക്കാട് ജില്ലാ ലീഗിൻ്റെ സെക്രട്ടറിയായി, അവിടെ നിന്ന് നേരെ വന്ന് കോഴിക്കോട് ലീഗ് ഹൗസിൽ ഓഫീസ് സെക്രട്ടറിയായി, യൂത്ത് ലീഗിൻ്റെ സാരഥിയായി മാറുന്ന വൈവിധ്യങ്ങളുടെ ഒരു ജീവിതമാണ് KKയുടെ. ആ കാലഘട്ടത്തിൽ തന്നെ സയൻസ് ബിരുദം നേടിയിട്ടാണ് അദ്ദേഹം പാലക്കാട്ടേക്ക് പോയത്. ഉയർന്ന വിദ്യാഭ്യാസം ആ കാലഘട്ടത്തിൽ സാധാരണ നമ്മുടെ സമൂഹത്തിൽ ദുർലഭമായിരുന്ന ഒരു വിദ്യാഭ്യാസ യോഗ്യത കൂടി നേടിയിട്ട് അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുന്നു. പാലക്കാടിൻ്റെ പഴയ വള്ളുവനാടിൻ്റെ ആസ്ഥാനങ്ങളിലൂടെ അദ്ദേഹം സംഘടനാ പ്രവർത്തനം നടത്തുന്നു. ബഹുമാന്യരെ, നമ്മുടെ വിശിഷ്ട അതിഥിയാണ് സൈദലവി സാഹിബിനെയും സൈനുദ്ദീൻ സാഹിബിനെയും ഈ ചടങ്ങിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നൽകുന്നതിന് വേണ്ടി സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറും ജനറൽ മാനേജറുമായ സൈനുൽ ആബിദീൻ അവരുടെയും സുരേന്ദ്ര മാസ്റ്ററെയും സ്നേഹപൂർവ്വം ക്ഷണിക്കാം. വാഫി കോളേജിന്റെ പ്രത്യേക ഉപഹാരം SK മുഹമ്മദ് അവറുകൾ KK മുഹമ്മദ് സാഹിബിന് നൽകുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്തിപ്പറമ്പ് കമ്മിറ്റിക്ക് വേണ്ടി എന്നെ അബൂബക്കർ മാസ്റ്റർ നൽകുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്തിപ്പറമ്പ് ശാഖാ കമ്മിറ്റിയുടെ ഉപഹാരം എന്നെ അബൂബക്കർ മാസ്റ്റർ നൽകുന്നു. KMCC ഗുജറാത്ത് കമ്മിറ്റിയുടെ കണ്ണിയത്ത് ട്രേഡേഴ്സിന്റെ പ്രത്യേക ഉപഹാരം മറ്റൊരു മഹത് വ്യക്തിയെ KK മുഹമ്മദ് സാഹിബ് ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. തന്റെ ജീവിതത്തിന്റെ വസന്തകാലം മുഴുവൻ ഈ ഹരിത പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച CM മൊയ്തു സാഹിബ് കരിയാടിനെ KK മുഹമ്മദ് സാഹിബ് വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. MEA ഖത്തർ സപ്ലിമെന്റ് കമ്മിറ്റി കൺവീനറും MEA KK മുഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുകയാണ്. MEA ഖത്തർ കമ്മിറ്റി മെമ്പർ വലിയ പറമ്പത്ത് ഇസ്മായിലിന് വേണ്ടി കരീം KK ക്ഷണിക്കുകയാണ്. ഹാജ് സെക്രട്ടറി PC അലി ക്ഷണിക്കുന്നു. PC അലി ക്ഷണിക്കുന്നു.
മത്തിപ്പറമ്പ് മഠം കമ്മിറ്റിക്ക് വേണ്ടി അക്രാൽ സുരേന്ദ്രൻ, പള്ളൂർ CH സെന്ററിന് വേണ്ടി ഇസ്മായിൽ, പള്ളൂർ CH സെന്ററിന് വേണ്ടി ഇസ്മായിൽ, റെയ്സ് കുളമുള്ളതിന് വേണ്ടി ടി സലീം, ടി സലീം, KK ശാളനി. സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഈ നാടിന്റെ അഭിമാനവുമായ ബഹുമാനപ്പെട്ട KK, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ എൻ്റെ ഏറ്റവും ബഹുമാന്യനായ എന്നെ അബൂബക്കർ മാസ്റ്റർ, കൂടത്തിൽ കുഞ്ഞബ്ദുള്ള സാഹിബ്, അഡ്വക്കേറ്റ് ലത്തീഫ് സാഹിബ്, KKയുടെ ബാഫക്കിത്തങ്ങളെയും അതുപോലുള്ള ഒരുപാട് ആളുകൾ പരാമർശിച്ചപ്പോൾ KE സാഹിബിനെ എന്തുകൊണ്ടോ വിട്ടുപോയി. KKയുടെ ഏറ്റവും വലിയ ഒരു ഒരു കവചം പോലെ ഒരു വലിയ ഇതിൽ നിന്ന KE സാഹിബിന്റെ പ്രിയപ്പെട്ട മകൻ കൂടിയായ അഡ്വക്കേറ്റ് സൈനുദ്ദീൻ, സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കളെ, നേതാക്കന്മാരെ, അസ്സലാമു അലൈക്കും. ഞാൻ സംസാരിക്കുന്നില്ല. സത്യൻ ട്രസ്റ്റിന് വേണ്ടി എന്നൊരു ഉപഹാരമാണ് കൊടുത്തത്. ഇവിടെ KKയുടെ പത്രപ്രവർത്തക പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കായിക മേഖലയോടുള്ള ഒരു കടപ്പാട് കൂടിയാണ് ഇവിടെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം VP സത്യൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ മേക്കുന്നിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റിൽ കഴിഞ്ഞ 10 വർഷമായി KKയുടെ കൂടി ഒരു സമർപ്പണമുണ്ടായിരുന്നു. അദ്ദേഹം അതിൻ്റെ കായിക വിഭാഗം ചെയർമാൻ കൂടിയാണ്. 10 വർഷവും അതിന് ഇന്ന് മനോഹരമായ ഒരു ഓഫീസും സ്വന്തം കെട്ടിടവും അങ്ങനെയുള്ള സെറ്റപ്പും ഉണ്ടാകുന്നതിൽ KKയുടെ പങ്ക് വളരെ വലുതാണ് എന്ന് അതിൻ്റെ സെക്രട്ടറി, ദീർഘകാലമായി സെക്രട്ടറിയായ സുരേന്ദ്രൻ എപ്പോഴും പറയുകയുണ്ടായി. മത്തിപ്പറമ്പ് പ്രദേശത്തുകാരും ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള മുഴുവൻ പ്രദേശത്തുകാരും സന്തോഷത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും നിമിഷത്തിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 2-3 മണിക്കൂറായി, കഴിഞ്ഞ 4-5 ദിവസം, ഒരു മാസത്തോളമായി പ്രവർത്തിക്കുന്നു, 5-6 ദിവസമായി ഇവിടുത്തെ കുട്ടികളും ഇതിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള നല്ല പ്രവർത്തകരും കൂടി ചേർന്ന് ഒരുക്കിയ ഈ ആദരവ് എന്തുകൊണ്ടും മികവുറ്റതാണ്. അത് അനിവാര്യമായിരുന്നു. അത് ഈ നാട്ടുകാർക്ക് ഒരുപാട് അറിവ് പകർന്നു എന്നുള്ളതാണ്. അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് PM സുധീരൻ സാറ് മുതൽ VP സത്യൻ മൊകേരി മുതൽ ഒരുപാട് പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, അതായത് മുത്തുക്കോയത്തങ്ങൾ ഈ 9:30 മണിക്കും വൈകി ഇവിടെ എത്തിയത് KKയുടെ ഈ പരിപാടിയുടെ മഹത്വം കൊണ്ടൊന്നു മാത്രമാണ്. ഇനിയും ഇവിടെ എത്തേണ്ടിയിരുന്ന ET മുഹമ്മദ് ബഷീർ സാഹിബും അതുപോലെ സമദാനി സാഹിബൊക്കെ സംസാരിക്കാൻ സമയമില്ലെങ്കിൽ ഓടി വന്നിട്ട് 5 മിനിറ്റ് എന്ത് കാര്യം എന്ന നിലയിൽ വഴിക്ക് വെച്ച യാത്ര മുടങ്ങിയതാണ്. നമുക്കറിയാം, ഈ പ്രദേശത്തുകാർക്ക് അറിയാം, KK ആരോട് രാഷ്ട്രീയം പറയാറില്ല. സ്വന്തം നാട്ടിൽ തൻ്റെ രാഷ്ട്രീയം പറയാനോ അത് അവിടെ ഒരു വിഭാഗീയതയോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ KK ഒരിക്കലും ഇല്ല. എല്ലാവരും ഇവിടെ ഒരിക്കൽ പോലും ഒരു അപശബ്ദം ഉണ്ടാവാറില്ല. KKക്ക് എല്ലാവർക്കും ജാതിമത ഭേദമന്യേ കഴിഞ്ഞ എത്രയോ കാലമായി ഇവിടെ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥിരതാമസം 82-ലാണെന്ന് തോന്നുന്നു ആരംഭിച്ചത്. ഏതാണ്ട് 36 വർഷം ഇവിടെ താമസിക്കുന്നു. അതിനുമുമ്പ് തൊട്ട് പെരിങ്ങാടിയിൽ, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ദീർഘകാലം പ്രവർത്തന മേഖല കോഴിക്കോടൊക്കെ ആണെങ്കിലും ഇവിടെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകിയതാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചെറുപ്പക്കാരുടെ നല്ല പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഈ ദേശത്തുള്ളതും അതുപോലെ തൊട്ടപ്പുറത്തിപ്പുറത്തിൽ ഇതിൻ്റെ ചെയർമാൻ NA ഇസ്മായിൽ മാസ്റ്റർ ആയിരുന്നാലും, അതുപോലെ ഇതിൻ്റെ പ്രചരണ വിഭാഗത്തിൻ്റെ അഷ്റഫായിരുന്നാലും, പ്രിയപ്പെട്ട NA കരീം, BB മഹമ്മൂദ്, അല്ലെങ്കിൽ തട്ടാരേണ്ടി കരീം, പിന്നെ പോക്കർ കക്കാട്, VB അഷ്റഫ്, ഞാൻ പറഞ്ഞു, സലീം ആലുള്ളതിൽ, ഇസ്മായിൽ തെക്കേ പനിച്ചുള്ളതിൽ, സിദ്ദീഖ് തെക്കേ പനിച്ചുള്ളതിൽ, ഞാൻ പരാമർശിക്കാത്ത ആരെങ്കിലും, TT ഖാലിദ്, ആരെങ്കിലും പേര് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, അതോ പാലയാട്ട് മുഹമ്മദ് സാഹിബ്, അദ്ദേഹം മിക്കവാറും രാവിലെ വന്ന് അവിടുന്ന് മത്തിപ്പോ പോക്ക് വൈകുന്നേരമാണ്.
പല വഴിക്കും പല ഭാഗത്തും വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എല്ലാവർക്കും അഭിമാനിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സംഘാടക മികവിന് KKയുടെ കയ്യിൽ നിന്ന് ആദരവ് കിട്ടുന്നുണ്ട്, ഈ ആദരവ് കമ്മിറ്റിക്ക്. കാരണം ഇത്ര നല്ലൊരു മനോഹരമായ ഒരു പരിപാടി ഒരുക്കുന്നതിൽ ശരിക്കും 10,000 പരം ആളുകൾ വന്നു. പലർക്കും അകത്ത് കടക്കാൻ സൗകര്യങ്ങൾ ഉണ്ടായില്ല. ഒരുപാട് ആളുകൾ അതായത് അവിടെ നിന്നൊക്കെ ഇവരൊന്ന് എത്തി കഴിഞ്ഞു പോയി എന്ന് ഉദ്ദേശിച്ചിട്ട് വരാതിരുന്ന് വിളിച്ചു നോക്കി തുടങ്ങി. അങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു പരിപാടി ഇവിടെ നമുക്ക് സാധിച്ചു. അതിനുപുറത്ത് ഈ സത്യം ട്രസ്റ്റ് കൂടി ഇവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങളിലും KKന്റെ അതായത് നാനോന്മുഖ മേഖലയിലും KKന്റെ സംഭാവനയുണ്ട് എന്നുകൂടി പറയാനാണ് ഞാൻ ഈ ഒരു 2 മിനിറ്റ് എടുത്തത്. ഇവിടെ ലാസ്റ്റായി പ്രസംഗിച്ച പ്രിയപ്പെട്ട സുഹൃത്തും അതായത് നമ്മുടെ പത്രപ്രവർത്തന മേഖലയിൽ അതിൻ്റെ അത്യുന്നതിൽ വരെ എത്തി ചന്ദ്രികയുടെ എഡിറ്ററായ CP സൈൽ സാഹിബ് കോഴിക്കോട് നിന്ന് അവിടെയുള്ള 1-2 പരിപാടിയും കഴിഞ്ഞ് 7:30 മണിക്ക് പുറപ്പെട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. സാധാരണ അങ്ങോട്ടൊക്കെ തിരിച്ചു പോകുന്നതാണ്. അദ്ദേഹത്തിന് അതറിയാം. സാധാരണ അദ്ദേഹം ഖത്തറിലൊക്കെ വരുമ്പോൾ KKയെ കുറിച്ച് ഒരുപാട് പറയും. അദ്ദേഹം ചില ദുഃഖങ്ങളും പറയും. അതായത് ഇവിടെയല്ലോ എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടോ KK ഇന്നിവിടെ പറഞ്ഞ് അത്രയും സാധാരണ സൈൽ സാഹിബ് നമ്മളൊക്കെ പറയാന്ന് ഈ ഒരു നിമിഷം ഈ അഭിമാന മുഹൂർത്തം ഇവിടെ രേഖപ്പെടുത്താൻ മാത്രമാണ് ഞാൻ എത്തുന്നത്. എല്ലാവിധ ഇന്നത്തെ ഈ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അതിൻ്റെ ഫലത്തിൽ അത് അംഗീകരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ടാവും. എല്ലാവർക്കും സന്തോഷിക്കാൻ വകയുണ്ട്. ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജമാഅത്തിന്റെ സെക്രട്ടറിയാണ്. ഈ സംഘാടക കമ്മിറ്റിന്റെ കൺവീനറാണ്. ഞാൻ പരാമർശത്തിൽ വിട്ടുപോയിട്ടുണ്ട്. അദ്ദേഹം ഈ പള്ളിപ്പണിയുടെ കൂടെ തന്നെ ഈ ഒരു മാസമായി വേദിയിൽ ഉപവിഷ്ടരായ സുഹൃത്തുക്കളെ, സദസ്സിൽ ഇനിയും ബാക്കി നിൽക്കുന്ന മറ്റ് സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയട്ടെ, ഈ സദസ്സ് ഒരു വലിയ ഭംഗിയുള്ള സദസ്സാക്കി മാറ്റി തീർത്തുന്നതിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ മഹത്തുക്കളുടെയും എല്ലാ വിധത്തിലുള്ള സഹായങ്ങളുടെയും അങ്ങേറ്റത്തെ അടിത്തറയിൽ നിന്നുള്ള സഹാനുഭൂതി ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ഈ നാട്ടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാട്ടിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഈ വികാരങ്ങളും വികാര പ്രകടനങ്ങളും ഒരു വലിയ കാര്യമായി തീർക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുപോലുള്ളൊരു സദസ്സ് നമ്മളെ സഹപ്രവർത്തകന്മാരെല്ലാവരും കൂടി വിചാരിച്ചാലും പെട്ടെന്നൊന്നും നടത്താൻ സാധിക്കില്ല. അപ്പം അതേതായിരുന്നാലും ഈ സദസ്സ് ഈ പിന്നെ മറ്റ് സൗകര്യങ്ങളിലൊക്കെ ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകന്മാരെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സൈദലവി ഈ ചന്ദ്രികയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള അതിൻ്റെ പത്രാധിപൻ എന്നുള്ള നിലയിൽ നടത്തിയിട്ടുള്ള ഈ ധീരോദത്തമായ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഉടമായ ഈ ചടങ്ങിന്റെ ഔദ്യോഗിക നന്ദി പ്രകാശനത്തിന് വേണ്ടി സംഘാടക വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും അതിലേറെ ആഹ്ലാദത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടി ബഹുമാന്യനായ KK മുഹമ്മദ് സാഹിബിനെ ആദരിക്കണമെന്നുള്ള ഒരാശയം ഞങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വന്നപ്പോൾ തീർച്ചയായും KK താമസിക്കുന്ന ഈ പ്രദേശത്ത് വെച്ച് തന്നെ ആ ആദരവ് ചടങ്ങ് സംഘടിപ്പിക്കണമെന്ന് ഞങ്ങളെപ്പോലെയുള്ള KKയെ ആദരിക്കുന്ന KKയുടെ ശിഷ്യന്മാർ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 2 മാസക്കാലമായി ഇതിനു വേണ്ടി അഹോരാത്രം ഈ സംഘാടക സമിതിയിലെ അംഗങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഏറ്റവും ഭംഗിയായി പ്രൗഢോജ്വലമായി ശ്രദ്ധേയമായി ഈ ആദരവ് ചടങ്ങ് ഞങ്ങൾക്കിവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രൗഢമായ സദസ്സും വേദിയുമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രദേശത്തു നിന്നും അതുപോലെ തന്നെ അയൽ പ്രദേശത്തു നിന്നും ഒക്കെ ധാരാളം ആളുകൾ KKയെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്.
എല്ലാവരെയും സംഘാടക സമിതിക്ക് വേണ്ടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, ഏറെ ശ്രദ്ധേയമായ ബഹുമാന്യനായ VM സുധീരൻ മുൻ സ്പീക്കർ, സത്യൻ മൊകേരി, ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയത്തങ്ങൾ, അതുപോലെ ചന്ദ്രികയുടെ എഡിറ്റർ CB സൈതലവി, അതുപോലെ നിരവധി ഓണംപള്ളി മുഹമ്മദ് ഫൈസി തുടങ്ങി നിരവധി പ്രഗത്ഭരും പ്രമുഖരുമായ ആളുകൾ ഈ ചടങ്ങിൽ സംബന്ധിക്കുകയും KKയെ അനുമോദിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സംഘാടക സമിതിയുടെ പേരിൽ ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയും ഈ പരിപാടിയിൽ സന്നിഹിതരായി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള എല്ലാ ആളുകളെയും ഒരു സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.